ചേട്ടാ അവന്മാരയിലാണെങ്കിൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് എന്ത് ഷോയാ കാണിക്കുന്നതെന്നറിയാവോ? എന്നെ എപ്പോഴും അവര് കിക്ക് ചെയ്ത് വിടും. അവരുടെ ആണെങ്കിൽ വലിയ കളക്ഷൻസ് ഒന്നുമില്ല ചേട്ടാ. പിന്നെന്തിനാ ഇങ്ങനെ ഷോ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ആഹാ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? എടാ അവരയിൽ എന്തൊക്കെ കളക്ഷനാ ഉള്ളേ? ഓ, അതിന് അവരുടെ വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല ചേട്ടാ. എന്നിട്ട് അവർ ഈ ഷോ കാണിക്കുന്നേ വെറും പട്ടി ഷോ തന്നെ. ചേട്ടാ അവരയിലാണെങ്കിൽ ഒരു ജാസ് പാന്റ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ വൈറ്റ് ഹെയർ ഇല്ലേ കെട്ടി വെച്ചേ അതുണ്ട്, പിന്നെ ലോബിയിൽ എപ്പോഴും M1897 ഗൺസ്കിന്നൊക്കെ പിടിച്ചാ നിക്കുന്നേ. പിന്നെ കുറച്ച് ഇമോട്ടൊക്കെ ഉണ്ട്. അത് ചെറിയ ഇമോട്ടൊക്കെ ചേട്ടാ, വലിയ ഇമോട്ടൊന്നും അല്ല. അതൊക്കെ ഇട്ടാ ഇവർ ഈ ഷോ കാണിക്കുന്നേ. ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നേ. പിന്നെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. ചേട്ടാ ഇവന്മാരാണെങ്കിൽ ഇങ്ങനെ ഷോ കാണിച്ചിട്ടേ എന്നെ കിക്ക് ചെയ്ത് വിടും ചേട്ടാ. അത് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടവാ. എടാ നീ എന്തിനാ സങ്കടപ്പെടുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ? നമുക്കൊരുമിച്ച് കളിക്കാം. നീ എന്തിനാ അമ്മാരുടെ കൂടെ പോന്നേ? നമുക്കൊരുമിച്ച് കളിക്കാടാ. ആ ചേട്ടാ, ചേട്ടൻ്റെ കൂടെ കളിച്ച പിന്നെ എനിക്കിപ്പോ അത്യാവശ്യം നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ചേട്ടാ അവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം. ചേട്ടൻ എന്റെ കൂടെ അവരുടെ ഗ്രൂപ്പിലേക്ക് വരാവോ? ഇത്രയും കാലം എന്റെ മുന്നിൽ ഷോ കാണിച്ച അവന്മാർ എന്നെ കിക്ക് ചെയ്ത് വിട്ടില്ലേ. ഇനി അവന്മാരുടെ മുന്നിൽ എനിക്കൊന്ന് ഷോ കാണിക്കണം ചേട്ടാ. എടാ അതിനെന്താ, ഞാൻ വരാലോ. എടാ അല്ലേ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഈ അക്കൗണ്ടിലും കേറിക്കോടാ. ഞാൻ ഐഡിയും പാസ്വേഡും തരാം. ഈ അക്കൗണ്ടിൽ കയറി നീ അവന്മാരെ ഷോ കാണിക്ക്. അതാവും നല്ലത്. വെറുതെ എന്തിനാ ഞാനിവിടെ വരുന്നേ? എന്തായാലും നീ തന്നെ ഈ അക്കൗണ്ടിൽ കയറി ഷോ കാണിക്കടാ. അവന്മാരുടെ മുന്നിൽ പട്ടി ഷോ കാണിക്ക്. എന്നിട്ട് അവന്മാരെ കിക്ക് ചെയ്ത് വിട്. അത്രേ ഉള്ളൂ. ചേട്ടൻ എന്താ പറഞ്ഞേ? എനിക്ക് അക്കൗണ്ട് തരാമെന്നോ? താങ്ക് യു ചേട്ടാ. ഞാൻ ഇന്ന് എന്തായാലും അവന്മാരുടെ മുന്നിൽ ഷോ കാണിക്കും. പട്ടി ഷോ. എന്തായാലും അവന്മാരെ വെറുപ്പിക്കണം എനിക്ക്. ആടാ നീ പോയി പവർ ആക്കിയിട്ട് വാ. ഞാൻ ഇപ്പൊ തന്നെ ഐഡിയും പാസ്വേഡും വാട്സപ്പ് ഇട്ടേക്കാം. ഓക്കെ ഏട്ടാ, ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. പാവം ചേട്ടൻ, ഇത്രയും നല്ല അക്കൗണ്ടൊക്കെ അല്ലേ എനിക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി തന്നേ. എന്നാലും ഇത്രയും നല്ല അക്കൗണ്ടൊക്കെ ആരെങ്കിലും തരുവോ? ആ ചേട്ടനായിട്ടല്ലേ എനിക്ക് തന്നേ. ഇനി എന്തായാലും അവന്മാരെ മുന്നിൽ പട്ടി ഷോ കാണിക്കണം. അവന്മാരാണെങ്കിൽ നൂബ് കോസ്റ്റ്യൂം ഇട്ടോണ്ടല്ലേ എന്നെ പട്ടി ഷോ കാണിച്ചേ. ഇനി ഞാൻ അങ്ങോട്ട് പട്ടി ഷോ കാണിക്കട്ടെ. ഇതിനകത്താണ് സെക്കൻഡ് ലൈറ്റ് ഉണ്ട്, പിന്നെ ക്രിമിനൽ ഉണ്ട്, എന്തൊക്കെ കളക്ഷൻ ഉണ്ട്. എല്ലാം ഇവ കൊണ്ട് മാക്സ് ആണെന്നാ തോന്നുന്നേ. എന്തായാലും പവർ അക്കൗണ്ടായത്. ഇനി എന്തായാലും അവന്മാരെ പട്ടി ഷോ കാണിക്കട്ടെ ഞാൻ പോയി. അവന്മാർക്ക് എന്തായാലും ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ അക്കൗണ്ടൊക്കെ കാണുമ്പോൾ അവന്മാര് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമെന്നാ തോന്നുന്നേ. എന്തായാലും ഒന്ന് നോക്കട്ടെ. ആ ഇവിടെ കിടപ്പുണ്ടല്ലോ, എല്ലാരും ഫ്രണ്ട് ആക്കിയല്ലോ. എടാ ഇത് സെക്കൻഡ് ലൈറ്റ് അല്ലേ? മുമ്പേ നമുക്ക് റിക്വസ്റ്റ് അയച്ച സെക്കൻഡ് ലൈറ്റ് അല്ലേടാ? എന്റെ മോനെ, സെക്കൻഡ് ലൈറ്റ്. ഹലോ ബ്രോ, ബിഗ് ഫാൻ ബ്രോ. ഞങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ? എടാ വേണ്ടാ, നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കണ്ടാ. എടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെ? ഇന്നലെ നിങ്ങൾ എന്നെ കിക്ക് ചെയ്ത് വിട്ടില്ലേടാ? ഞാൻ ഊബക്കോണ്ടി വന്നെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പട്ടി ഷോ കാണിച്ചിട്ട് കിക്ക് ചെയ്ത് വിട്ടില്ലേ? നിങ്ങളേലാണെങ്കിൽ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഉണ്ട്, ജാസ് പാൻറ്റും ഉണ്ട്, പിന്നെ ഒരു കെട്ടിവെച്ച മുടിയുണ്ട്. വേണ്ടേ ഇപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ ആണെങ്കിൽ എന്തോ ഉണ്ട്, ഒരു നിക്കറും ഉണ്ട്, തൊപ്പിയും ഉണ്ട്. ഇതാണോ വലിയ ഷോ കാണിക്കുന്നേ? ഇതൊക്കെ വെച്ചിട്ടല്ലേ ഇന്നലെ നിങ്ങൾ എന്നെ ഷോ കാണിച്ചേ. ഇപ്പൊ എന്താ ഷോ കാണിക്കുന്നില്ലേ? എടാ നീ ആയിരുന്നോ? നിനക്ക് എവിടെ നാളെ സെക്കൻഡ് ലൈറ്റ് ഒക്കെ? ആറ് അക്കൗണ്ടാടാ നീ മോഷ്ടിച്ചേ? ഇതാറയാടാ അക്കൗണ്ട്? സത്യം പറ. ശരിയാടാ, ഇതാറേ അക്കൗണ്ട് മോഷ്ടിച്ചോണ്ട് വന്നേക്കുവാ. എടാ എവിടുന്നാ നിനക്ക് ഈ അക്കൗണ്ട്? സത്യം പറഞ്ഞു. എടാ മണ്ടന്മാരെ, ഇത് ഞാൻ അതിന് മോഷ്ടിച്ചോണ്ടൊന്നും വന്ന അക്കൗണ്ടൊന്നും അല്ലടാ. എനിക്ക് ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരോടൊന്ന് ചോദിച്ചാ മതി, അപ്പ തന്നെ അക്കൗണ്ട് കിട്ടും. എന്താടാ ഏസ് മോനെ, നിനക്കിപ്പോ ഷോ ഒന്നും കാണിക്കണ്ടേ? ഇമോട്ട് എന്താ ഇടാത്ത നീ? ഇമോട്ട് ഇടടാ, ഇമോട്ട് ഇട്. ദേ ഇതുപോലുള്ള ഇമോട്ടൊക്കെ നിന്റെ ഉണ്ടോ? എടാ നിന്റെ ഇത്രയും വലിയ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട. എടാ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു 1v1 വാടാ, അപ്പ കാണാം നമുക്ക്. അത് ശരി, നീ വിചാരിച്ച എനിക്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളെന്ന്? എടാ എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം. നീ വാ, നമുക്ക് കാണാം.
few moments later. എടാ നീയൊക്കെ എന്താടാ വിചാരിച്ചേ എനിക്ക് കളിക്കാൻ അറിയില്ലെന്നോ? ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കളിയൊക്കെ? എടാ നമ്മൾ വിചാരിച്ചു ഇവന് കളിക്കാനൊന്നും അറിയില്ലെന്ന്. എടാ ഇവന് നന്നായിട്ട് കളിക്കാനൊക്കെ അറിയാടാ. എടാ ഇവന് നല്ല അക്കൗണ്ട് ഇല്ലാത്തതിന്റെ ആയിരുന്നു പ്രശ്നം. എടാ നീ തോറ്റോടാ ഇവന്റെ മുന്നില്. എടാ ഇവൻ നന്നായിട്ട് കളിച്ചെന്നോ? എടാ ഞാൻ വിശ്വസിക്കില്ല. എടാ ഇവൻ നന്നായിട്ട് കളിച്ചോ? ഇവനപ്പൊ കളിക്കാനൊക്കെ അറിയാം അല്ലേ? അതല്ലേടാ മണ്ട ഞാനും പറഞ്ഞേ. എടാ ഇവന് നന്നായിട്ട് കളിക്കാനൊക്കെ അറിയാം. ഹലോ ബ്രോ, സോറി ബ്രോ, ഒരുപാട് ഞാൻ കളിയാക്കി. എടാ ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ നിന്റെ ഒരു സോറി എനിക്ക് വേണ്ട. ഇപ്പൊ ഞാൻ നിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. നീ ഒരുങ്ങിയിരുന്നു. എടാ നീയൊക്കെ എന്നെ കിക്ക് ചെയ്ത് വിടും അല്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ. പോടാ ഇറങ്ങി. 1 ഇനി നിന്നെയാ. നീ ഇറങ്ങിപ്പോക്കോ. 2 പോടാ ഇറങ്ങി. അത്രേ ഉള്ളു കാര്യം. യുവമാരൊക്കെ എന്നെ ഒരുപാട് കളിയാക്കിയതല്ലേ. ഇവന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം. എന്തായാലും അവന്മാരെ കിക്ക് ചെയ്ത് വിട്ടപ്പോൾ ഉള്ള സുഖമൊന്നും വേറെ തന്നെ. പ്രതികാരം അത് വീട്ടാനുള്ളതാ, അല്ലാതെ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല.